ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ വിളക്കൊക്കെ വെച്ചു. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ തൊഴുത്തിലേക്ക് വന്നതാണ്. ഇളയച്ച പശുവിനൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. കുളിപ്പിക്കാനില്ല, അകിട് അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകുന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇവരൊക്കെ പ്രത്യേകിച്ച് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. തീരെ ചാണകമൊന്നും മേലെവിടെ ഉണ്ടാവില്ല. ഇവരുടെ ദേഹമൊക്കെ നല്ല നീറ്റായിരിക്കും. അത് ഇളയച്ചൻ നോക്കുന്നതിൻ്റെ ആ ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. കാരണം പശുവിനെയൊക്കെ അത്രയും വൃത്തിയിലാണ് കൊണ്ടു നടക്കുക. അത്രയും ശ്രദ്ധയോടുകൂടിയാണ് പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യാം. കത്തിക്കാൻ തുടങ്ങി ആലയിലുണ്ടാവുന്ന ചാണകമൊക്കെ അപ്പം തന്നെ അത് നീക്കം ചെയ്യും. അതുകൊണ്ട് തന്നെ പശുക്കളെ മേലെ ചാണകത്തിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. രാവിലെ അകിടും അതുപോലെ തന്നെ കാലും ഒക്കെ ഒന്ന് കഴുകുക മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. ബാക്കി പിന്നെ കറവ തുടങ്ങുകയാണ് ചെയ്യുക. കാരണം പശുവിൻ്റെ ദേഹത്ത് എവിടെ നമുക്ക് നോക്കിയാൽ ചാണകമോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. അകിടൊക്കെ നീറ്റായിരിക്കും കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ രാവിലെ ഒന്ന് അവരെ ജസ്റ്റ് ഒന്ന് നനയ്ക്കും, അത്രയേ ഉള്ളൂ. അത് ഇളയച്ചൻ എപ്പോഴും ചെയ്യുന്നതാണ്. എല്ലായ്പ്പോഴും ചാണകം നീക്കം ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് അവിടെ കൂട്ടിയിടുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. ആ ചാണകം പശു ചാണകം ഇടുന്ന സമയം അതൊന്ന് അവർക്ക് ആലയിൽ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന പരിപാടി പോലും ഇല്ല. അതെല്ലാം സമയം ക്ലീനാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും ആല നീറ്റായിരിക്കും. അത് ഇളയച്ചൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പശുവിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആള് കറക്റ്റായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് പശുവിനെ കുളിപ്പിക്കുന്നതായിക്കോട്ടെ, കറക്കുന്നതായിക്കോട്ടെ, തൊഴുത്തിൽ ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, തീറ്റ കൊടുക്കുന്നതായിക്കോട്ടെ, അതിനെല്ലാം ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് നോക്കുന്നതും. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇതൊന്നും സാധ്യമാവണമെന്നില്ല. പക്ഷേ ഇളയച്ചനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ 3 പശുക്കളെയും കുളിപ്പിക്കാന്നല്ല, ഞാൻ ഈ അകിട് കഴുകുന്നതിനാണ് കേട്ടോ പറയുക. അകിടൊക്കെ കഴുകി എന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടിയെ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 പശുക്കളെ കറവ എനിക്ക് കിട്ടിയില്ല. അതിനിടയ്ക്ക് ചെറിയ മോനൊന്നും ഉണർന്നപ്പോൾ ഞാനതിന് പോയി. അപ്പോൾ 3ാമത്തെ പശുവിനെ കറക്കുകയാണ്. 2 പശുക്കൾ അപ്പുറം നിൽക്കുന്നത് കാണുന്നില്ല. അവരെ കറവ കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ പശുവിൻ്റെ അടുത്തേക്ക് വന്ന് അപ്പോൾ ഇവിടെ കറവ തുടങ്ങുകയാണ് കേട്ടോ. കുറേ കാലങ്ങളായിട്ട് പശുവിനെ വളർത്തുന്നത് കൊണ്ട് ഇളയച്ചന് വേഗം പരിപാടി കഴിയും. പെട്ടെന്ന് ഇപ്പോൾ കറവയൊക്കെ ഉഷാറാണ് കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നായാലും വേഗം ആൾ കറന്നെടുക്കും. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് പശുവിനെ വളർത്തുന്നുണ്ട്, ഇപ്പോഴും വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പശു എന്നും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കറവ നടക്കുകയാണ് കേട്ടോ. ഈ പശുവിന് ശരിക്കും 8 ലിറ്റർ പാല് രാവിലെ കിട്ടുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 5-6 ലിറ്ററിൻ്റെ അടുത്താണ് ഇത് കിട്ടുന്നത്. ഇതിനെയാണ് ഞാൻ അന്ന് പറഞ്ഞത് പാലക്കാട് നിന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് നിന്ന് കൊണ്ടുവന്ന പശുവാണ് കേട്ടോ. നല്ല പശുവാണ് ഇത്. ശരിക്കും വീഡിയോയിൽ കണ്ട് ഇളയച്ചൻ തന്നെ കണ്ടിട്ട് ആളെ വിളിച്ച് അങ്ങനെ പിന്നെ കച്ചവടമാക്കിയ പശുവാണ്. പക്ഷേ നമ്മൾ ശരിക്കും നമുക്കങ്ങനെ ചെയ്യാനൊക്കെ ഒരു പേടിയുണ്ടാകും. പക്ഷേ എന്തുകൊണ്ടോ നല്ലൊരു പശുവിനെയാണ് നമുക്ക് കിട്ടിയത്. ഒരു പ്രശ്നമില്ല, ചവിട്ടില്ല, കുത്തില്ല, ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ല ആളെടുത്ത്. പിന്നെ നല്ലോണം കറക്കാനൊക്കെ നല്ലോണം വെച്ച് തരുന്നുണ്ട്. ചില പശുക്കളൊക്കെ കറക്കുകയാണെങ്കിൽ അകിട് തൊട്ടാൽ മതി, ചാടിത്തുള്ളി പോവും. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ കുളിപ്പിക്കുന്നതൊക്കെ ചില പശുക്കൾക്ക് നമ്മൾ അകിട് തേക്കുക അങ്ങനത്തെ പരിപാടിക്കൊക്കെ ചെല്ലുമ്പോഴേക്കും ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീക്കി ചവിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ പോയിട്ട് ഇതിനെ കറന്നു നോക്കുമോ, ഇതൊന്നും ചെയ്യാണ്ടല്ല വാങ്ങിയത്. പക്ഷേ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ആൾ നല്ല പശുവാണ്. ഇത് ഏകദേശം ജേഴ്സിയും പിന്നെ HF ക്രോസാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊരു ഇതാണ്. പിന്നെ ഞാൻ ആദ്യം കാണിച്ച 2 പശുക്കളിൽ ഒരു പുള്ളി ഏകദേശം ഒരു ചുമപ്പും കറുപ്പും കൂടെ മിക്സായുള്ള ഒരു കളറ്. ആ ചുമപ്പും കറുപ്പും കൂടെ മിക്സായുള്ള ആ പശു
നമുക്കിവിടെ ഉണ്ടായ കുട്ടി തന്നെയാണ് കേട്ടോ. അതിവിടെ കന്നിപ്രസവം പ്രസവിച്ചതാണ്, കന്നിപ്പാറായിരുന്നു അത്. അതിൻ്റെ തള്ളിക്ക് അത് ഏകദേശം ഈ ഒരു നല്ലൊരു പാലൊക്കെ കിട്ടുന്നൊരു പശുവായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിനും കിട്ടുന്നുണ്ട്, പാലൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതും ജേഴ്സി ഇനത്ത് പെടുന്നതാണ്. പിന്നെ നമ്മുടെ ആ പുള്ളി പിന്നെ ഗീറിൻ്റെ ക്രോസ് ആണെന്നാണ് പറഞ്ഞത്. പറഞ്ഞത് വെച്ചിട്ട് ഗീറിൻ്റെ ക്രോസ് ആണെന്നാണ് പറഞ്ഞത്. അതിനും ഉണ്ട്, അത്യാവശ്യം നല്ല പാല് കിട്ടുന്നുണ്ട്. അതിന് 6ൻ്റെ അടുത്തുണ്ട് രാവിലെ. വൈകുന്നേരവും ഒരു ഏകദേശം ഒരു 4-5 ലിറ്ററിൻ്റെ അടുത്ത് വൈകുന്നേരം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല 6 അല്ല 7 ലിറ്റർ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ. അതിന് 6ൻ്റെ അടുത്തല്ല 7 ലിറ്റർ തന്നെ ആ വെള്ള ചുമപ്പ് പശുവിനുണ്ട്. അതിനെ നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങിയതാണ്. അത് നല്ല പശുവാണ്, നല്ല മക്കളായിരുന്നു കേട്ടോ. അതിൻ്റെ കുട്ടി നല്ലൊരു കുട്ടിയായിരുന്നു. പിന്നെ അതിനെ കൊടുക്കേണ്ടി വന്നു, അതുകൊണ്ട് ഞാനവിടെ വെച്ചില്ല. അപ്പോൾ നമ്മൾ പെൺകുട്ടി അല്ല കന്നുകുട്ടികളൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളിവിടെ വെക്കൂ. കുട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ വേഗം കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ പശുവിൻ്റെ ഇത് കുട്ടനാണ്. അപ്പോൾ ഇതിനെ കുറച്ച് നോക്കിയിട്ട് പിന്നെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ 1 ലിറ്റർ പാല് ഇയാൾക്കുള്ളതാണ് കേട്ടോ. 1 ലിറ്റർ പാല് അയാൾ കുടിക്കുന്നതിൻ്റെ പുറത്ത് തന്നെ അയാളെയും വേറെ കുടിപ്പിക്കുന്നുമുണ്ട് കേട്ടോ. ഇനി പാലളക്കുന്ന പരിപാടിയാണ്. അപ്പോൾ 3 ബക്കറ്റിലുള്ള പാല് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പശുക്കളെ പാലാണിത്. അപ്പോൾ രാവിലെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് പാലെടുത്ത് വെക്കുകയാണ്. രാവിലെ സ്ഥിരം കൊടുക്കുന്നതാണ്. പിന്നെ നമ്മളത് ഇളച്ചം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 2 കുപ്പി പാലാണ്. ഇതൊന്നും അല്ല ഉണ്ടാവാറ്, വേറെയും ഉണ്ടാവാറുണ്ട്. ചിലർ വൈകുന്നേരത്തേക്കാണ് പറയുക. രാവിലത്തേക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഇതേ ഉള്ളൂ, ബാക്കിയൊക്കെ സൊസൈറ്റിയിലേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 3 ബക്കറ്റ് പാല്, അതിൽ നിന്ന് 1 ലിറ്റർ പോലെ ഈ കറന്ന പാല് ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടനെ കുടിപ്പിച്ചിട്ടുണ്ട്. അത് ഇളച്ച ഒരു കുപ്പിയിലാക്കി വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതല്ലാണ്ട് അയാൾക്ക് വേറെയും കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പാല് കുറവ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ആ കുപ്പിയിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു പാലിൻ്റെ ഈ പാത്രം ഇവിടെ ഇനിയും ആൾക്കാർ വരും, ഇത് കൊണ്ടുപോകാനുള്ളതാണ്. വീടിൻ്റെ അടുത്തോടെയൊക്കെ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ബാക്കി പാല് നമ്മൾ ചെയ്യുക സൊസൈറ്റിയിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം. ഇപ്പോൾ ഈ എടുത്ത് വെക്കുന്ന പാലാണ് നമ്മൾ ഈ വീടിൻ്റെ അടുത്തൂടെയൊക്കെ കൊടുക്കാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം കഴിയുമ്പോഴൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് വാങ്ങി കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അത് സ്ഥിരം കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ബാക്കിയുള്ള ആ 2 കുപ്പിയിലെ പാല് ഇളച്ചൻ സൊസൈറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൊടുക്കാനും വേണ്ടിയുള്ളതാണ്. അത് അവിടെ അടുത്ത ആർക്കോ വേണ്ടി കൊടുക്കുന്നതാണ്. ഇത് നമ്മളെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഉള്ള ആളുകൾക്ക് വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന പാലാണ് നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കുക. ഇപ്പോൾ ഇത് ഇളച്ചന് തീറ്റ കൊടുക്കാനുള്ള സാധനങ്ങളാണ് എടുത്തിടുന്നത്. ഇത് പിണ്ണാക്കാണ് കേട്ടോ, കടലപ്പിണ്ണാക്ക് എടുത്തിട്ടാണ്. കടലപ്പിണ്ണാക്ക് രാവിലെ വൈകുന്നേരവും 2 നേരവും പശുക്കൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാലിത്തീറ്റ എടുക്കുകയാണ്. തീറ്റ ഓരോരുത്തർക്കും അളവിനനുസരിച്ച് തന്നെ കൊടുക്കും. 3 പേർക്കും 3 അളവിനാണ് കൊടുക്കുക. 3 കപ്പ് വീതം 3 പേർക്കുണ്ട്. അപ്പോൾ അത് കറവ കഴിഞ്ഞാൽ ഇത് പിന്നെ പുതിർത്തി വെക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും. കറവ കഴിഞ്ഞ ഉടനെ പുല്ലാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 ആക്കുള്ള പെല്ലറ്റ് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് ചോളപ്പൊടി ഒഴുക്കും കേട്ടോ. ചോളപ്പൊടി സ്ഥിരമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ചോളപ്പൊടി കൊടുക്കുകയാണെങ്കിൽ പാലിന് കട്ടി കൂടാനും പാല് കൂടാനും നല്ല സാധനമാണ് കേട്ടോ ചോളപ്പൊടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ മിൽമ സൊസൈറ്റിയിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. ചോളപ്പൊടിയും അതുപോലെ തന്നെ തീറ്റയും സൊസൈറ്റിയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ ഓരോ കപ്പ് ചോളപ്പൊടിയും ബാക്കി 3 കപ്പ് പിന്നെ നമ്മുടെ തീറ്റയും കുറച്ച് അളവ്, ആ ഒരു അളവ് പ്രത്യേകിച്ച് ഒരളവൊന്നും വെച്ചിട്ടല്ല കടലപ്പിണ്ണാക്കും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3 പേർക്കും അങ്ങ് അവിടെ കൊണ്ടുവച്ച് പുതിർത്തി വെക്കും. അപ്പോൾ അതിങ്ങനെ എടുത്ത് കൊണ്ടുവന്നതൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്യാണ്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ മുറ്റടിക്കാൻ വന്നിട്ടുണ്ട്. അമ്മമ്മ രാവിലെ മുറ്റടിക്കും കേട്ടോ. 6 മണിയാകുമ്പോൾ അമ്മമ്മ മുറ്റടിക്കാൻ തുടങ്ങും. അമ്മമ്മ നേരം വെളുത്തേറെ തോന്നുന്ന സമയമാകുമ്പോഴത്തേക്ക് അമ്മമ്മ മുറ്റടിക്കണം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇളയച്ചൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി അതൊന്ന് പുതിർത്തി ഇളക്കി ഇതാക്കി ഒക്കെ വെക്കണം. അപ്പോൾ പൈപ്പും കാര്യമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആ തൊഴുത്തിനോട് ചേർന്നിട്ട് തന്നെ പൈപ്പുണ്ട്. അവർക്ക് വെള്ളം ആവശ്യത്തിന് അവിടുന്ന് വേഗം മുക്കി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്കി വന്ന പാലുകൾ ഇപ്പോൾ എടുത്ത് വെച്ചതിനൊക്കെ ശേഷം ബാക്കി വന്ന പാൽ ഇതാ സൊസൈറ്റിയിലേക്കുള്ള പാത്രത്തിൽ ഒഴിക്കുകയാണ്. അപ്പോൾ അത് ആൻറ്റി അളന്നാണ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് കപ്പ് കേട്ടോ. അപ്പോൾ ഈ കപ്പിന് അളന്നാണ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഏകദേശം എത്ര ലിറ്റർ ഉണ്ടെന്നൊക്കെ നമുക്കറിയാനാവും. അതുകൊണ്ട് അരിച്ചിട്ടാണ് ഒക്കെ നമ്മൾ പാലൊക്കെ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി ഇത് നേരെ സൊസൈറ്റിയിൽ കൊടുക്കുക. അത്രയേ ഉള്ളൂ രാവിലത്തെ പരിപാടി. അപ്പോൾ വൈകുന്നേരം കുറച്ചുകൂടി പാലിന് ആളുകൾ കൂടും. അപ്പം കൂടുതലും നമുക്ക് ചുറ്റുപാടൊക്കെ കൊടുക്കാനുണ്ടാവും. ബാക്കി ഇതുപോലെ തന്നെ സൊസൈറ്റിയിൽ കൊടുക്കും. അപ്പോൾ പാലിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിന് ബാക്കി നമുക്ക് തീറ്റ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കറവ കഴിഞ്ഞതിന് ശേഷം നല്ല ഉണക്കപ്പുല്ല് എടുത്തിട്ട് കൊടുക്കുന്ന തിരക്കാണ് ഇളയച്ചന്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം പുല്ല് ഇട്ട് കൊടുക്കും. കറവ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാണ്. കറക്കുന്നതിന് മുന്നേ ആ സമയത്തൊന്നും പുല്ല് കൊടുക്കില്ല. കറവ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർക്ക് പുല്ല് കൊടുക്കുക. പച്ചപ്പുല്ല് ഉണ്ടെങ്കിൽ പച്ചപ്പുല്ലും കൊടുക്കും. ഇപ്പോൾ ഉണക്കപ്പുല്ല് കിട്ടിയതിനെ കൊണ്ടാണ് ഈ ഉണക്കപ്പുല്ല് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കണക്കിന് പുല്ല് കൊടുക്കും. അതെങ്ങനെയായാലും അത് നിർബന്ധമാണ്. നല്ലോണം തീറ്റ കൊടുക്കണം എന്ന് ഇളയച്ചന് നിർബന്ധം. അപ്പോൾ ഉണക്കപ്പുല്ല് നല്ലോണം തിന്നുന്ന പശുക്കൾ തന്നെയാണെല്ലാം. ചില പശുക്കൾക്ക് ഉണക്കപ്പുല്ല് അങ്ങോട്ട് ചിലപ്പോൾ പിടിക്കാതെ വരും. ഇതിറ്റിങ്ങൾക്കൊക്കെ നല്ലോണം എല്ലാ തരം പുല്ലും പോവും. ചില ഇതൊക്കെ പശുക്കളുണ്ട് തിരിഞ്ഞ് തിന്നുന്നൊരു സ്വഭാവമുണ്ട് പച്ചപ്പുല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനത്തെ അതൊന്നുമില്ല. നല്ലോണം എല്ലാ തരം പുല്ലുകളും ഉഷാറായിട്ട് വരും തിന്നു കേട്ടോ. ഇളയച്ചനെയും കാണിക്കും. ഇപ്പം അടുത്ത സാധനം കൊലത്തണ്ട്. അച്ഛൻ കൊലത്തണ്ട് വെട്ടുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് പശുവിനെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ഇളകി കളിക്കാനതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ചാണകം കാണുമ്പോഴേക്ക് ഇളയച്ചൻ പോയി വേഗം അതൊക്കെ നീറ്റാക്കും. ഈ കുളമ്പിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കുന്ന ചാണകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തോണ്ടി എടുത്ത് അതൊക്കെ നീറ്റാക്കി വെക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ തൊഴുത്തിനെ കണ്ടാൽ തന്നെ നല്ല വൃത്തിയാണ്. ഒരു തുള്ളി ചാണകം നമുക്ക് എവിടെ കാണാൻ കഴിയില്ല. അതൊക്കെ കറക്റ്റായിട്ട് ഇളച്ചൻ ചെയ്യും. അപ്പോൾ അച്ഛൻ ഇവിടെ കൊലത്തണ്ട് വെട്ടുന്ന തിരക്കാണ്. ഇത് ദിവസവും എടുത്തു കൊണ്ടുവരാനുണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് പച്ചക്കറി നമ്മളെ ഇങ്ങനത്തെ കടകളിൽ നിന്ന് അവിടെ എടുത്ത് വെക്കാൻ പറയും. അപ്പോൾ അവരെടുത്ത് വെക്കും. ഇളച്ചൻ പോയിട്ട് എടുത്തു കൊണ്ടുവരും. പിന്നെ രാവിലെ ഇത് വെട്ടലാണ് പരിപാടി. വെട്ടി ഇതുപോലെ പീസാക്കിയിട്ട് കൊടുക്കും. നല്ലോണം കഴിക്കും കേട്ടോ. പശുക്കളെല്ലാം ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാനും തുടങ്ങും കേട്ടോ. ഒരു സാധനവും ഇല്ല ഇവർ കഴിക്കാതെ എല്ലാ സാധനവും കഴിക്കും. അപ്പോൾ പുല്ലുകളായാലും ഈ വാഴത്തട ഇതുപോലെ കൊലത്തണ്ട് ഇതെങ്ങനത്തെ എല്ലാ സാധനവും ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കഴിച്ചോളൂ കേട്ടോ. ചില പശുക്കൾക്ക് വന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റൂല. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കേടുഭാഗമൊക്കെ അച്ഛൻ പോക്കിയിട്ട് നല്ല ഭാഗങ്ങൾ ഇങ്ങനെ വെട്ടി എടുക്കുകയാണ്. അതുപോലെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് കൊടുക്കുക. പിന്നെ വലുതാക്കി അങ്ങനെ തൊണ്ടയിലൊന്നും കുടുങ്ങാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കും. ഇത് സ്ഥിരം ഇവിടുത്തെ കലാപരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗീർ ക്രോസ് എന്ന് പറയുന്ന പശു. ഇവൾക്ക് കൊമ്പില്ലാത്ത പുള്ളിക്കാരി. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവർക്ക് നല്ല പാലൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പാലാണ്. പാലിനൊക്കെ കട്ടിയുണ്ട്. അമ്മൂട്ടീൻ്റെ പാലിനും ഇത് അമ്മൂട്ടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടായ കുട്ടി കഞ്ഞിപ്പേറുകാരി. ഇത് അമ്മൂട്ടി എന്നാ പറയാം. ഇവളെ പാലും നല്ല അടിപൊളി പാലാണ്. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ 3 ആളെ പാലും നല്ല അടിപൊളി പാലാണ്. ചില പശുക്കളെ പാല് കാണാം
വെള്ളം പോലെ ഇരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ജേഴ്സി പശുക്കളെ പാലിനൊരു കട്ടി ഉണ്ടാവും. അതൊരു നല്ല പശുക്കളായതും കൊണ്ടാണ്. HFന്റെ ഒക്കെ കുറച്ചൊരു കട്ടി കുറവായിരിക്കും, പാല് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ശരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ കാര്യമായിട്ട് ജേഴ്സി തന്നെയാണ് കാര്യമായിട്ട് ഉണ്ടാവാറ്. HFനെ കൊണ്ടുപോകലുണ്ട്, എന്നാലും അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം ജേഴ്സി പശു അതിനാണ് കേട്ടോ. കൂമ്പാള. അപ്പോൾ ഇവള് അപ്പോൾ നമ്മളിവിടെയുള്ള പാല് വാങ്ങാൻ വന്ന അമ്മ അതിന് ഇത് കൊടുത്തതാണ് കേട്ടോ. കൂമ്പാള എന്ന് പറയും ഇവിടെ നമ്മളെ കവുങ്ങിൻ്റെ. അപ്പോൾ അത് എടുത്തിട്ട് കൊടുത്തപ്പം മുപ്പത്തി നല്ല ആസ്വദിച്ച് കഴിക്കുക. ഈ വേനൽക്കാലായാൽ എന്ത് കിട്ടിയാലും ആസ്വദിച്ച് കഴിക്കല്ലോ ഇവർ. പച്ചപ്പുല്ലിനോടൊക്കെ പ്രത്യേകിച്ച് ഒരു ആർത്തിയായിരിക്കുമല്ലോ. കാരണം കിട്ടാത്ത സാധനം കിട്ടുമ്പോഴേ ഇപ്പോൾ വാഴത്താടിയൊക്കെ വാഴേൻ്റെ ഇതൊക്കെ ആ പുല്ലിന് ഉണ്ടായിട്ട് അതൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ഇളയച്ചൻ. അതൊക്കെ കഴിക്കുക, എല്ലാ സാധനവും കഴിക്കാനും ഒരു ഉഷാറാണ്. ഇപ്പം ഇങ്ങനത്തെ പച്ചപ്പൊന്ന് എഴുതില്ലെങ്കിൽ കൂടെ കണ്ടാൽ മതി, അതൊക്കെ അസലായിട്ട് കഴിച്ചോളും. അപ്പം പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ഏന്തി പിടിച്ച് പുല്ലിങ്ങനെ കഴിക്കുകയാണ്. അപ്പം നേരെ ഇളയച്ചൻ അത് എടുത്തിട്ട് കൊടുക്കുകയാണ്. പച്ചപ്പുല്ല് ഇട്ട് കൊടുക്കുകയാണ്. പച്ചപ്പുല്ല് ഒക്കെ നല്ലോണം കണ്ടടം വെക്കാണ്ട് കഴിക്കും കേട്ടോ. അടിപൊളിയായിട്ട് കഴിച്ചോളും. അപ്പം അമ്മൂട്ടി അതൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പച്ചപ്പുല്ലൊക്കെ കൊടുത്ത്, ഈ പച്ചപ്പുല്ല് വേണം ശരിക്കും ഇവർക്ക് പാല് കിട്ടണമെങ്കിൽ കേട്ടോ. പച്ചപ്പുല്ലൊക്കെ കൊടുത്താലാണ് കുറച്ചധികം നല്ല രീതിയിൽ പാലൊക്കെ കിട്ടുക, പാലായി വരിക. എന്ത് വേനൽക്കാലമായാലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇളയച്ചൻ എങ്ങനെയെങ്കിലും പച്ചപ്പുല്ല് കാര്യമായിട്ട് സംഘടിപ്പിച്ച് ഇവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പശുക്കളെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ, പശുക്കളെ വളർത്തുന്ന രീതികളൊക്കെ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആല തൊഴുത്ത് എത്രമാത്രം നീറ്റാണെന്ന്. അപ്പോൾ അത്രയും വൃത്തിയിലാണ് കൊണ്ട് നടക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പശുക്കളുടെ വിശേഷങ്ങൾ. അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.